ഇറങ്ങിയതിനു ശേഷം റെക്കഗ്നേഷനോ അത് ഇവിടെ നമ്മുടെ തിയേറ്ററിൽ പോയപ്പോ അയ്യോ അത് ഞാൻ റോമാൻസ് ഇത് ആവേശമാണ്, ഫുൾ ആവേശം, റോമാൻസിനേക്കാളും ആവേശം. പാപ്പാടെ റീ എൻട്രി തന്നെ വേണമെങ്കിൽ പറയാം. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. എക്സലന്റ് ആവേശം ചൂടുണ്ടാവും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു വ്ളോഗിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും എൻ്റെ കുടുംബക്കാർക്കും സുഖം തന്നെയാണ്. എല്ലാരും പാപ്പ ഉണ്ടോ? ഞാനും ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. ഉലകിതിരാരോടും തോൽക്കാവീരൻ കരളിതിരമ്മയ്ക്കായി പോവാണ്. ഇടയിൽ താലൂട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടം എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. സ്ക്രീനിൽ കാണാം. എരിയും കണ്ണിൽ കോപം കൊള്ളും സംഹാരം. ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. ഇപ്പം ഷൂട്ടിന് പോകുന്നതിന് മുന്നേ എന്തോ പഠിക്കാൻ പോവാണെന്ന് വീഡിയോ ചെയ്തിട്ടാണ് പോയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഇപ്പം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ലാസ്റ്റ് ഇട്ട വീഡിയോ 1 year ബാക്കാണ്. അപ്പോൾ അതിൽ കമന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മകനെ മടങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഉണ്ട്. അപ്പോൾ മകനെ മടങ്ങി വരൂ. ഇതിപ്പോ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് ഇവര് 3 പേരാണ് സിനിമയിലെ ഹീറോ. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ 3 പേരെയും ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു. കാരണം ഹിസ്റ്ററിനെ കണ്ട ആളുകൂടിയ ഷൂട്ട് നടക്കത്തില്ല. അപ്പൊ അത്രയും 1 million സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സെറ്റിൽ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് വ്ളോഗാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ഇതുവരെ കാണാത്തിട്ടുണ്ടെങ്കിൽ ഡു വാച്ച് ഇറ്റ് ഗൈസ്. ഞാൻ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നതായിരിക്കും. ഡ്രീം ബോയ് ഓപ്പി ഗൈസ്, എൻ്റെ വ്ളോഗ് എല്ലാവരും കയറി കാണണം കേട്ടാ. നമ്മുടെ FFKYC മീറ്റപ്പ് 4.0 വ്ളോഗാണ്. അതും വെറും വ്ളോഗല്ല, ട്രോൾ എക്സ് വ്ളോഗാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ബട്ട് എനിക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ട്രോൾ ആഡ് ചെയ്ത് നോക്കി. ബട്ട് ഒരിക്കലും പ്രതീക്ഷിച്ച ഗൈസ് ഇത്ര സപ്പോർട്ട് കിട്ടുമെന്ന്. സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചന്മാർക്കും ബിഗ് താങ്ക്സ് ഗൈസ്. പിന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സ്, എൻ്റെ മോനെ ആ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നതെന്നറിയോ? സന്തോഷം. സോ ഗൈസ്, അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് കണ്ടവർക്ക് അറിയാം ഗൈസ്, ഞാൻ ഇപ്സർ ബ്രോൻ്റെ വലിയൊരു ഫാനാണെന്ന്. സോ എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ഗൈസ് ഇപ്സർ ബ്രോനെ നേരിട്ട് കാണാനുള്ളത്. അപ്പോൾ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ അന്ന് മീറ്റപ്പിന് പോയത്. ബട്ട് ഇപ്സർ ബ്രോക്ക് അന്ന് വരാൻ പറ്റിയില്ല, ഈ മൂവിയുടെ എന്തോ തിരക്ക് കാരണം. ഗൈസ്, അപ്പോൾ എങ്ങനെ ബൂട്ട് ക്യാമ്പ് ബോയ്സൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്, ഇപ്സർ ബ്രോക്ക് വരാൻ പറ്റത്തില്ല എന്ന്. ഇപ്സർ ബ്രോനെ കാണാൻ പറ്റാത്ത വിഷമത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ഇപ്സർ ബ്രോ ആവേശം മൂവി റിലീസിന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മുടെ എടപ്പള്ളി വനിത തിയേറ്ററിലാണ് വരുന്നതെന്ന് പറഞ്ഞത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ടിക്കറ്റും ബുക്ക് ചെയ്ത് April 11 കിട്ടിയ വണ്ടിക്ക് വിട്ടു.
സോ ഗൈസ് അപ്പോൾ ഞാൻ ഫൈനലി തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആവേശം മൂവി ഫസ്റ്റ് ഷോ കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ വിത്ത് ഇപ്സ്റ്റർ ബ്രോ. അപ്പോൾ ഇപ്സ്റ്റർ ബ്രോ ഇപ്പോൾ എത്തും, 8:30 എത്തും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മുടെ ഷോ ടൈം എന്ന് പറയുന്നത് 9:30 ഗൈസ്. ഓക്കെ പിന്നെ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ് പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല ഗൈസ്, എൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ട്. നമ്മുടെ ഇപ്സ്റ്റർ ബ്രോൻ്റെ ഫാൻസാർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ കാണിച്ചു തരാം. ഒറിജിനൽ ആണെന്ന് പറയില്ല, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. അങ്ങനെയല്ല, അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിങ് ഈസ് വാട്ട് റിയാക്ടിങ്, ഇറ്റ് ഈസ് ബിഹേവിംഗ്, യു നോ. ഇത് എന്ന് പറയുന്നത് ഹിസ്റ്റർ ഒമേഗൽ ഷോ. സോ ഗൈസ് അപ്പോൾ ഇതാ ഇപ്സ്റ്റർ ബ്രോ വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് ഡ്രീമാണോ? യെസ്, ഐ ആം ഡ്രീമിങ്. അപ്പോൾ ഇപ്സ്റ്റർ ബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 100K സബ്സ്ക്രൈബേഴ്സ് തൊട്ട് ഞാൻ ഇപ്സ്റ്റർ ബ്രോൻ്റെ കട്ട ഫാനാണ് ഗൈസ്. എൻ്റെ പഴയ കണ്ടന്റ് വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഗൈസ്, കാരണം ഞാൻ ഇപ്സ്റ്റർ ബ്രോൻ്റെ കണ്ടന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അത് ഇൻസ്പയർ ആയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വരെ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടും, ഇപ്സ്റ്റർ ബ്രോൻ്റെ കോപ്പി ഇത് ഇപ്സ്റ്റർ ബ്രോൻ്റെ കണ്ടന്റാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്സ്റ്റർ ബ്രോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്സ്റ്റർ ബ്രോ പറഞ്ഞത് എന്താണെന്നറിയോ? കോപ്പി ഒന്നും പറയണ്ട ബ്രോ. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ട് അപ്പോൾ നമ്മളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്യാൻ നോക്കും, ശ്രമിക്കും. അതിപ്പോൾ എല്ലാവരും, ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരാളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട്. അത് കോപ്പി ആവത്തില്ല ഒരിക്കലും. നമ്മൾ അത് തന്നെ അല്ലല്ലോ ചെയ്യുന്നത്, നമ്മുടെ ആയിട്ടുള്ള രീതി. അത് അങ്ങനെ കോപ്പി എന്നൊന്നും പറയാം. നീയും എന്നെ പോലൊരു മിടുക്കനാ, നിനക്ക് അതിന് സാധിക്കും. എന്നിട്ടാണ് കേസ് ഞാൻ ട്രോൾ വീഡിയോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ട്രോൾ വീഡിയോസ് ഒക്കെ ചെയ്ത് കുറെ ചിരിപ്പിച്ചു. ഇത് എഡിറ്റടാ, സംഭവം കൊള്ളാം. ഡ്രീം ബോയ് കിട്ടില്ല സാധനം. അതൊക്കെ കണ്ട് ഇപ്സ്റ്റർ ബ്രോന്റെ ഷോർട്സ് എഡിറ്റർ ആയിട്ട് നിൽക്കണ്ടോന്ന് വരെ ചോദിച്ചു. അങ്ങനെ നമ്മൾ കമ്പനി ആണെങ്കിലും നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ഫൈനലി ഇപ്സ്റ്റർ ബ്രോനെ മീറ്റ് ആക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ അപ്പോൾ എൻ്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു, അപ്പോൾ അത് ഫുൾഫിൽ ആവാൻ പോവാണ് ഗൈസ്. സോ ഗൈസ് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അകത്ത് കയറിയപ്പോൾ ഫുൾ ക്രൗഡ് ആട്ടോ. ഞാൻ നോക്കുമ്പോൾ കുറേ പേരൊക്കെ എന്നെ നോക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ എൻ്റെ മോനെ എന്നെ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നു. ഒരു മാസ്ക് എടുത്ത് നോക്കട്ടെ. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. സോ ഗൈസ് അപ്പോൾ ഫാൻസാർ ഇപ്സ്റ്റർ ബ്രോനെ വളഞ്ഞേക്കാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് എവിടെയാണ്. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഫൈനലി ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ ഇപ്സ്റ്റർ ബ്രോ ആയിട്ട് സംസാരിച്ച് ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഗൈസ്. ഓക്കെ എൻ്റെ മോനെ എന്താ പറയണമെന്ന് അറിയില്ല ഗൈസ്. പാവം ഗൈസ്, വെറും സിമ്പിൾ മനുഷ്യനാണ് ഗൈസ്. നമ്മൾ ഈ ഒമേഗൽ വീഡിയോസിൽ കാണുന്ന പോലെ ഒന്നും അല്ല മിണ്ടുന്നത്, ഭയങ്കര ഡൗൺ ആണ് കേട്ടോ. സോ ഗൈസ് അപ്പോൾ ഇപ്സ്റ്റർ ബ്രോ മാത്രമല്ല നമ്മുടെ ആവേശം മൂവിയിൽ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫഹദിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടാൾ ഇതേം ബാക്കിൽ എന്നോട് ചേട്ടാ. രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? ഞാനിവിടെ ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. എടാ മോനെ, Best music director Malayalam goes to Sushin Shyam. മാറ്റും. ഗൈസ് അപ്പോൾ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം വന്നിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ ഫഹദൊക്കെ വരുമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. സമയം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്, 9:30 ഷോ. അപ്പോൾ ഇനി ആരൊക്കെ വരും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ ഷോ ജോക്കർ വന്നില്ലല്ലോ. ഞാൻ വന്നാ മതി. അപ്പോൾ
പുള്ളി എവിടെ നിന്ന് വന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോഴാണ് ഗൈസ് നമ്മുടെ ജയ് ഗണേഷിൻ്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജയ് ഗണേഷും വർഷങ്ങൾക്ക് ശേഷം ആവേശമാണ് ഗൈസ് റിലീസ് ആവുന്നത്. അപ്പോൾ ക്രൗഡൊക്കെ കണ്ട് ഞാൻ പോയപ്പോഴാണ് ഗൈസ് കണ്ടത് നമ്മുടെ ആക്ടർ ഉണ്ണിമുഖം വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഒരാളോട് വന്നിട്ടുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഗൈസ് അണ്ണനോട് മരിച്ച് റിവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. വെറൈറ്റി ലുക്കാണ്. ജയ് ഗണേഷ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും എന്നെ മതി. ഗൈസ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗൈസ് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഷോ കഴിഞ്ഞ് ഒരാൾ ഇറങ്ങിയത്. ഇത് ആറാട്ടുകയാണ്. ഇത് മറ്റേ പുള്ളിയല്ലേ? உன்னோட ட்ரீம் என்ன செல்வா? அப்பா அம்மா நிம்மதியா தூங்கணும், அதுக்கு மேல என்ன? ഗൈസ് അപ്പോൾ അങ്ങനെ കേരള നേരെ ഇപ്പോൾ നമ്മുടെ ടീം മഞ്ഞുമൽ ബോയ്സ് ഈ മൂവി കാണാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സൗബിനൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് പേര് ഇവിടെയൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇതെന്ത് കളിയാടാ ഇത്? പിന്നെ നമ്മുടെ ചെമ്പൻ വിനോദ് ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് ഈ മൂവി കാണാൻ വേണ്ടി. ഗൈസ് അപ്പോൾ അങ്ങനെ 9 ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോയുടെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഷോക്ക് കയറാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് ഗൈസ്. ഓക്കെ, FDFS ആണ്, അതും വിത്ത് ആവേശം, ടീം ആവേശത്തിൻ്റെ കൂടെയാണ് ഗൈസ് നമ്മൾ കയറാൻ പോകുന്നത്. എടാ മോനെ, സീൻ പടം ഗൈസ്, ഒന്നും പറയാനില്ല. ഇപ്സബോയൊക്കെ ചുമ്മാ തീയാണ് ഗൈസ്. ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല നമ്മൾ. വിഷയം വൈബ് പടം എന്ന് പറഞ്ഞാൽ ഗൈസ്, വൈബ് പടം. എൻ്റെ മോനെ, ഞാൻ പോയി റിവ്യൂ എടുത്തിട്ട് വരാം. സൂപ്പർ സൂപ്പർ. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നവരടുത്ത് ഒന്നേ പറയാനുള്ളൂ, എടാ മോനെ. ആവേശം 2 ഉണ്ടാവും. ആവേശം സമയം നിലയ്ക്കുവാനൊരു എടാ മോനെ. എടാ പോലെ തിയേറ്ററിൽ ആദ്യമായിട്ട് ഇത്തരം സിനിമ ചെയ്യുകയാണ്, പ്രേക്ഷകരോട് കാണുകയാണ്. ആ ഒരു ഫീൽ എന്തായിരുന്നു? ഇങ്ങനെ നമുക്ക് പറഞ്ഞ് ഫഹദ്ഖാൻ വിളിച്ചിരുന്നോ? കണ്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഫഹദിന്റെ ഒക്കെ ഒരു വേറിട്ടൊരു അഴിഞ്ഞാട്ടാണെന്നാണ് പറയുന്നത്. അതെ 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 അതെ. ഈ ഹിപ്സ്റ്ററിന്റെ ഗേൾസ് ഫാൻസ് ഒക്കെ എന്ത് പറഞ്ഞു? ഈ ഹിപ്സ്റ്ററിനെ ഫോളോ ചെയ്യുന്ന കുറെ നല്ല ഗേൾസ് ഉണ്ട്. ഗേൾസ് ഭയങ്കര ഫാൻസാ. എന്റെ സിസ്റ്റർക്ക് ഭയങ്കര വലിയ ഫാനാ. ഗേൾസ് ഫാൻസ് ഒക്കെ വരുമ്പോൾ എന്താണ് ഹിപ്സ്റ്ററിന് ആ ഒരു സന്തോഷം? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എന്റെ കൂടെ ഡേറ്റിൽ വരും. കണ്ടാ പറയുന്നില്ല കേട്ടോ. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യുന്നു? 9ാം ക്ലാസ്സിൽ പഠിക്കും. ഞാൻ ഇങ്ങനെ സോ ഗൈസ്, അപ്പോൾ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ അവർ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനും പോവാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഹിപ്സ്റ്റർ ബ്രോ ആയിട്ട് ഒരു പിക്ക് എടുക്കാം. അപ്പോൾ ഗെയിമർ ആയിരുന്നപ്പോൾ എനിക്ക് കൂടെ ഒന്ന് പിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ആക്ടർ ആയപ്പോൾ ഫസ്റ്റ് പിക്ക് എൻ്റെ കൂടെ ആയിക്കോട്ടെ.
ഇപ്സനേട്ടാ ഒരു ഫോട്ടോ. ഹാപ്പി ആയോ? ഹാപ്പി ബോയ് ആയോ? Ha 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 ha.